ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത് ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ഭയങ്കര പോപ്പുലറാണ്, ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു നാച്ചുറൽ ഇൻഫ്യൂസ്ഡ് ഓയിലാണ് കേട്ടോ. ഇത് നമ്മുടെ വെയിലടിച്ച് വരുന്ന കരിവാളിപ്പില്ലേ, ഒരു ടാൻ അടിച്ച ഒരു ഫേസ് അത് മാറ്റാനും നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനും പിന്നെ ഈ പിമ്പിൾസ് വന്നിട്ട് സ്കാർസൊക്കെ വരത്തില്ലേ, അതിൻ്റെ പാടുകൾ ചിലവർക്ക് ഒരു ബ്രൗൺ ആയിരിക്കും, ചിലവർക്ക് ബ്ലാക്ക് ആയിരിക്കും. അപ്പോൾ അതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സീരിയസ്ലി ഗൈസ്, നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യണം. കൺസിസ്റ്റൻസി ഈസ് ദ മെയിൻ കീ എന്ന് പറയുന്ന പോലെ കൺസിസ്റ്റൻസി വേണം. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പച്ചമഞ്ഞളാണ്. പച്ചമഞ്ഞൾ എന്ന് പറയുമ്പോൾ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. നമ്മുടെ സ്കിന്നിൽ വരുന്ന ഒട്ടുമിക്ക ഇഷ്യൂസും നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ പച്ചമഞ്ഞൾ പണ്ട് മുതലേ നമുക്കറിയാം, പച്ചമഞ്ഞൾ തേച്ചുള്ള കുളി ഭയങ്കര അടിപൊളിയാണ്. ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല, പണ്ടത്തെ ആൾക്കാർ പറയും പച്ചമഞ്ഞൾ തേച്ച് കുളിക്കണം എന്ന്. അവരിങ്ങനെ കുളക്കടവിലൊക്കെ പോയി കുളിക്കുമ്പോൾ പച്ചമഞ്ഞൾ ഉരച്ച് അത് തേച്ച് കുളിക്കുന്ന ആ ഒരു ശീലം. അപ്പോൾ പച്ചമഞ്ഞളിന് അത്രയും ഇമ്പോർട്ടൻസ് ആണുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ ഏജിങ്ങിൻ്റെ സയൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പച്ചമഞ്ഞൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഏജിങ് പതുക്കെ സ്ലോ ആക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ഏജ് ആവുന്നത് ഭയങ്കര സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊരു കുഞ്ഞുങ്ങൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള എണ്ണയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ പച്ചമഞ്ഞൾ എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള എടുക്കണം കേട്ടോ, വാങ്ങണം. ഇത് നല്ല ഫ്രഷ് ആയിരുന്നു. ഞാൻ ഇടയ്ക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം സമയം കിട്ടിയില്ല എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എന്നിട്ട് എൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. ഇത് ഞാനൊരു 100 ml 100 ml ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി മാറ്റാവുന്നതാണ് കേട്ടോ. പക്ഷെ ഞാൻ പറയും, എപ്പോഴും നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കാറിപ്പോകുമെന്ന് പറയത്തില്ലേ, എന്തെങ്കിലും വെള്ളമോ എന്തെങ്കിലും കണ്ടൻറ്റ് അതിലുണ്ടെങ്കിൽ അത് കാറിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ കഴിവതും ഒരു കുഞ്ഞു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. അതാണ് നമുക്ക് ഭയങ്കര ഈസിയും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു 100 ml എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വേണം. പാനിലോട്ട് ഞാൻ ഈ ഓയിൽ ഒഴിക്കുകയാണ്. നമ്മുടെ ഈ ഓയിലെന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. നമ്മുടെ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ സ്കിന്നിന്, നമ്മുടെ ഹെയറിനും ഭയങ്കര അടിപൊളിയാണ്. ഇത് നമുക്ക് ലോറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് പ്രകൃതിദത്ത ആൻറ്റി ബാക്ടീരിയകളെയും ഫംഗസിനെയും ചെറുക്കാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങൾ ഇതിലുണ്ട്. നമ്മുടെ ലോറിക് ആസിഡാണ് ഇതിന് സ്കിന്നിന് ഭയങ്കരമായിട്ട്, നമ്മുടെ സ്കിന്നിൽ റെഡ്നെസ് ഉണ്ടെങ്കിലും നമ്മുടെ സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഉണ്ടെങ്കിലും അതെല്ലാം കുറയ്ക്കാൻ വേണ്ടി ഈ ഓയിൽ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് എല്ലാവർക്കും, ഒരുവിധപ്പെട്ട എല്ലാവർക്കും, ഒരു 195% പേർക്കും, എനിക്കൊന്ന് 100 പേർക്കും ഈ ഓയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും ആഴത്തിൽ നന്നായിട്ട് നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ആക്കി വെക്കാം, അതായത് ആഴത്തിൽ ഈർപ്പമുള്ളതാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഓയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്കിന്നിൻ്റെ കളർ ഇമ്പ്രൂവ് ചെയ്യാനും എല്ലാം ഈ അടിപൊളിയാണ് ഈ ഓയിൽ കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിവിടെ വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെ എടുത്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ഇതില്ലേ മഞ്ഞൾ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അപ്പോൾ നന്നായിട്ട് ഇത് ഓയിലിലോട്ട് കയറും കേട്ടോ. എനിക്ക് പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ 100 ml ഓയിലാണ് എടുത്തിരിക്കുന്നത്, പക്ഷേ പച്ചമഞ്ഞൾ കുറച്ചൊന്ന് കൂടിപ്പോയി. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 100 ml ഓയിലിന് ഒരു കുറച്ച് പച്ചമഞ്ഞൾ എടുത്താൽ മതി കേട്ടോ, ഇത്രയും ക്വാണ്ടിറ്റി എടുക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ നമ്മുടെ ഈ ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷമാണ് ഞാനിത്, ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷമാണ് ഈ പച്ചമഞ്ഞൾ ആഡ് ചെയ്തത്. നിങ്ങൾ വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാൽ മാത്രമേ ഇതിലെങ്ങനെയാണ് ബെനിഫിറ്റ്സ്, ഇതിൻ്റെ സ്റ്റോറേജ്, ഇതെങ്ങനെ യൂസ് ചെയ്യാം, ഏത് സമയത്ത് യൂസ് ചെയ്യാം, ആർക്കെല്ലാം യൂസ് ചെയ്യാം, എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല. പിന്നെ നമ്മൾ ഇട്ടിട്ട് ഇരട്ടി പണിയാവും. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണും. നിങ്ങൾക്ക് എന്തായാലും ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും, എനിക്ക് ഉറപ്പാണ്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ, ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരത്തില്ല, സമയം പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക, പ്രസ് ചെയ്യുക. എന്നിട്ട് ഓൾ എന്നുള്ളത് ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പം കാണാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് വയ്ക്കൂ. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ഇൻഗ്രീഡിയൻസ്, നമ്മുടെ മഞ്ഞളല്ലേ, പച്ചമഞ്ഞൾ ഞാൻ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി കേട്ടോ, വാഷ് ചെയ്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ ഈ ടിഷ്യൂ ഇല്ലേ, അത് വെച്ച് ഞാനൊന്ന് തുടച്ചെടുത്തു കേട്ടോ. വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറവായിരുന്നാൽ ഓയിലിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് കൂടും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസവും കൂടി അത് വെച്ചിരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ മഞ്ഞളൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്തെടുക്കണം എന്ന് പറയണത്. പിന്നെ ചെറിയൊരു ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ, ഭയങ്കര ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് ആക്കുന്നത്.
ഒരു 15-20 മിനിറ്റ് മാത്രമാണ് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കുക്ക് ചെയ്തെടുക്കാനുള്ള സമയം. ഭയങ്കര ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മഞ്ഞൾ കരിച്ചെടുക്കുകയല്ല ചെയ്യണത്, നമ്മൾ ജസ്റ്റ് ഒന്ന് അത് ഓയിലിൽ നന്നായിട്ട് മഞ്ഞളിൻ്റെ ഗുണങ്ങൾ ഇൻഫ്യൂസ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടണം എന്ന് പറയണത്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. എന്നിട്ട് നമ്മൾ സ്ലോ ആയിട്ട് ഫ്ലെയിമിൽ വെച്ചിട്ട് മഞ്ഞളിൻ്റെ ഇതെല്ലാം എക്സ്ട്രാക്റ്റ് ഫുള്ളും വലിച്ചെടുക്കുന്ന രീതിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓയിലൊന്ന് തണുക്കാൻ വെക്കണം, എന്നിട്ട് മാത്രമാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണി എടുക്കാം, ഇല്ലെങ്കിൽ ഒരു അരിപ്പ എടുക്കാം. എന്നിട്ട് നന്നായിട്ട് എനിക്ക് ഇതാ ഇത്രയും ഓയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ മഞ്ഞളിൻ്റെ കുറച്ചും കൂടി ഇതായിട്ട് നിൽക്കുന്നതിന് കാരണം ഞാൻ മഞ്ഞൾ കൂടുതലല്ലേ എടുത്തത്, അതുകൊണ്ടാണ്. നിങ്ങൾ മഞ്ഞൾ കുറച്ചെടുത്താൽ മതിയേ. പിന്നെ ഓയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കാം, പിന്നെങ്കിൽ റോസ്മേരി ലീഫ് ചേർക്കാം, വൈറ്റമിൻ ഇ ഓയിൽ ചേർക്കാം. ഇതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. സിമ്പിളായിട്ട് നല്ല നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഓയിലിൽ നമ്മുടെ മഞ്ഞളിൽ ഞാൻ പറഞ്ഞ പോലെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിലും നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസ് ആക്കി വെക്കും. കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർക്ക് വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്തിരിക്കുന്നത്. ഭയങ്കര അടിപൊളിയാണ്. നമ്മുടെ ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ പിന്നെ പറയും വേണ്ട, അവർക്ക് ഭയങ്കര ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. ഓയിലി സ്കിന്നാണ് എൻ്റെതൊരു കോമ്പിനേഷൻ സ്കിന്നാണ്. അതായത് ഓയിലി ആണെന്ന് പറയാം, ചില സമയത്ത് ഡ്രൈയും ഭയങ്കര ഡ്രൈയും ആയിരിക്കും. ഇപ്പോൾ എനിക്ക് ചിലപ്പം ഡ്രൈ ആയിട്ടാണ് തോന്നുന്നത്, ചില സമയത്ത് ഭയങ്കര ഓയിലും ആയിരിക്കും കേട്ടോ. എന്നാലും ഞാനിത് ഉപയോഗിക്കാറുണ്ട്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് മുതൽ ഞാൻ പറഞ്ഞ പോലെ മുതിർന്നവർക്ക് വരെ ഉപയോഗിക്കാം. കുറച്ച് ഓയിലെടുക്കുക, നമ്മുടെ ഫേസൊക്കെ മുന്നേ നമ്മൾ വാഷ് ചെയ്തിരിക്കണം. ഏതൊരു സംഭവം നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്താലും നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കണം. എന്നിട്ട് മാത്രമേ ഓയിലാണെങ്കിൽ കൂടിയും അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് ഓയിലെടുക്കുക, കയ്യിലൊക്കെ നന്നായിട്ട് 2 കൈയിലും ഒന്ന് തേച്ചിട്ട് നമ്മുടെ ഫേസിലോട്ടൊന്ന് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫേസിൽ ജെൻറ്റിലായിട്ടൊരു മസാജ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കാണാം, പതുക്കെ മസാജ് ചെയ്യുക. നമ്മുടെ ഒരു അപ്വേർഡ് മോഷനിൽ മസാജ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഫേസിലെല്ലാം അപ്ലൈ ചെയ്യുക. നമുക്ക് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമുക്ക് തേച്ചൊക്കെ വെച്ചിട്ട് അവർക്കൊരു 10-15 മിനിറ്റ് അവരെ കളിക്കാനൊക്കെ വിട്ടിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഇതൊരു മഞ്ഞളും കൂടി ഉള്ളതുകൊണ്ട് നമ്മുടെ ഡ്രസ്സിലും പിന്നെ ചുമരിലും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കേണ്ടി വരും. ചുമരിലൊക്കെ തട്ടുമ്പോൾ ചുമരിൽ ആ കളറാവും കേട്ടോ. എൻ്റെ മോന് ഞാൻ ഇടയ്ക്ക് തേച്ച് കൊടുക്കുമ്പോൾ ചുമരിലൊക്കെ ആകാറുണ്ട്. ഇതുപോലെ തന്നെയാണ് പാമരാതി ഓയിലും, അതിനും ഒരു മഞ്ഞൾ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ ചുമരിലൊക്കെ ആവും, ഡ്രസ്സിലാവും. അതുകൊണ്ട് ഒരു പഴയ ഡ്രസ്സ് ഇടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ നമ്മൾ ഏത് സംഭവം ആ ഫേസിൽ അപ്ലൈ ചെയ്താലും നമ്മളെ നെക്ക് വിട്ട് പോകരുത്. നെക്കും ഫേസും നല്ല വ്യത്യാസമായിരിക്കും. നമ്മുടെ ടാൻ കുറയ്ക്കാൻ വേണ്ടി, പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടി, ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ പാടുകൾ പതിയെ പതിയെ മായുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വിസിബിൾ ചേഞ്ചസ് തന്നെ വരും കേട്ടോ. എൻ്റെ ഫേസിലൊരു കുരു വന്നിട്ട് ഇത് പോകുന്നതേ ഇല്ല കേട്ടോ. പിന്നെ ഇത് സ്റ്റോർ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു ബോട്ടിലാണ് എടുക്കേണ്ടത്. കണ്ടെയ്നർ ഗ്ലാസ് ബോട്ടിലാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് നമ്മൾ നന്നായിട്ട് ഡ്രൈ ആക്കണം. പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ കൂളോ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു പ്ലേസിൽ നമുക്കത് സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ വെള്ളം അതിലോട്ട് ആകാതിരിക്കണം, തിരിച്ച് അതിലോട്ട് ഒഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണേ. പിന്നെ ഇത് റിമൂവ് ചെയ്യേണ്ടതെന്ന് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ എടുത്ത് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്തിട്ട് നമുക്ക് അപ്പം തന്നെ കുറേ അങ്ങ് അബ്സോർബ് ആകും. എന്നിട്ട് നമുക്ക് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകാം. കുഞ്ഞുങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കടലമാവോ പയറ് പൊടിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് അതെടുക്കാം. അത് അടിപൊളിയായിരിക്കും കുഞ്ഞുങ്ങൾക്ക്. പിന്നെ പയറ് പൊടിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. വേണമെന്നുണ്ടെങ്കിൽ പയറ് പൊടി നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഇടയ്ക്ക് ഞാൻ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പയറ് പൊടി പൊടിച്ചതിന് ശേഷം അത് ഭയങ്കര ഇറിറ്റേഷൻസൊക്കെ ഉണ്ടായി. അതിന് കാരണമുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാവേ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അത് വേണമെന്നുണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്ത ഒരു ദിവസം കാണിക്കാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മൾ നോക്കാനുള്ള. പിന്നെ നമ്മൾ വൈകുന്നേരങ്ങളിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ പുറത്തൊന്നും പോകാത്തവർക്കാണെങ്കിൽ, വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഏത് സമയം വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളൊരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും മസ്റ്റായിട്ട് ഇടുക എന്നുള്ളത് മാത്രമാണ്. നമുക്ക് ഫുൾ ബോഡിയിൽ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇറിറ്റേഷൻസ് ഉണ്ടോ എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 100% എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ്. എന്നാൽ കൂടിയും നമ്മളായിട്ട് നമുക്ക് ഇറിറ്റേഷൻസ് ഒന്നും വരുത്തി വെക്കേണ്ട. നിങ്ങളുടെ സ്കിൻ ഭയങ്കര അലർജി സെൻസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.